ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീസസ് കാൽവറി രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. കർത്താവിലേക്ക് സ്തോത്രമൊപ്പം, സ്തോത്രമൊപ്പം, സ്തോത്രമൊപ്പം. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വമൊപ്പം, മഹത്വം മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിൽ പിന്നെയും കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാനായി കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവൽപ്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. പ്രിയ സഹോദരങ്ങളെ, ജീവിക്കാൻ ആഗ്രഹിച്ചവരിൽ പലരും ഇന്നലെ എന്ന ഒരു ദിനം കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളയുന്നു. രോഗം അനേകരെ താളടിയാക്കുമ്പോഴൊക്കെയും നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയവ്, ദൈവത്തിൻ്റെ സ്നേഹം എന്നല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ടില്ല. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടുകൂടെ അടുത്ത് വരാം. ദൈവം ചെയ്ത നന്മകളെ നമുക്ക് പ്രസ്താവിക്കുവാൻ ഹല്ലേലൂയ, ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവും വളരെയധികം സമീപമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു തമിഴ് ഗാനത്തിൻ്റെ ചിലടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി അല്പനിമിഷം തിരുവചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாய் இருக்கிறீர்கள்? ஆம், கர்த்தருடைய பிள்ளை, அவர் எப்பொழுதும் நம்மோடு கூட இருக்கிறார். நமக்குள் இருக்கிறவர் பெரியவராக இருக்கிறார். பிரியமானவர்களே, சந்தோஷத்தோட மகிழ்ச்சியோடு கூட தேவனை பாடி மகிமைப்படுத்துவோம். கர்த்தரை நம்ம துதிப்போம். பாருங்கள், 2-3 பேர் எங்கிருந்தால் அவர் மத்தியே நான் உண்டு என் ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். பிரியமானவர்களே, நமக்கு தேவனை துதிக்கலாமா? நமக்கு யாவருக்கும் தெரிந்த ஒரு தமிழ் பாடல் நம்ம சேர்ந்து தேவனை பாடி மகிமைப்படுத்தி ஜெபத்தோடு கூட வசன தியானத்துக்குள் பிரவேசிப்போம். கர்த்தர் உங்கள் அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். ஹல்லேலூயா. ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். உந்தன் சமூகமே ஆனந்தமே, உந்தன் பாதத்தை என்றும் முத்தம் செய்வே, உந்தன் சமூகமே ஆனந்தமே, உந்தன் பாதத்தை என்றும் முத்தம் செய்வே. நீரே போதும், நீரே போதும், நீரே போதும் என் வாழ்விலே, உம்மை அன்று ஆருமில்லை. நீரே போதும், நீரே போதும், நீரே போதும் என் வாழ்விலே, உம்மை அன்று ஆருமில்லை. கண்ணீரின் வாழ்க்கையே என் வாழ்க்கை ஆனதே, கண்ணீரின் வாழ்க்கையே என் வாழ்க்கை ஆனதே. எந்த கண்ணீரை துடைப்பது நீரன்றி ஆருமே, எந்த கண்ணீரை துடைப்பது நீரன்றி ஆருமே. உந்தன் சமூகமே ஆனந்தமே, உந்தன் பாதத்தை என்றும் முத்தம் செய்வே, உந்தன் சமூகமே ஆனந்தமே, உந்தன்
பாதத்தை என்றும் முத்தம் செய்வே. தனிமை நேரங்களில் துணையாய் வந்தீரே. தனிமை நேரங்களில் துணையாய் வந்தீரே. எந்தன் வேதனை நேரத்தில் உம் வார்த்தையில் தேற்றினீ. எந்தன் வேதனை நேரத்தில் உம் வார்த்தையால் தேற்றினீ. உந்தன் சமூகமென கானந்தமே. உந்தன் பாதத்தை என்றும் முத்தம் செய்வே. உந்தன் சமூகமென கானந்தமே. உந்தன் பாதத்தை என்றும் முத்தம் செய்வே. என் வாழ்க்கையில் ஆருமில்லை அநாதை ஆனேனே. நான் உண்டு உன் துணை என்றீரே என் இயேசுவே. நான் உண்டு உன் துணை என்றீரே என் இயேசுவே. நீரே போதும், நீரே போதும், நீரே போதும் என் வாழ்விலே. உன்னை என்று ஆருமில்லை. நீரே போதும், நீரே போதும், நீரே போதும் என் வாழ்விலே. உம்மை என்று ആരുമില്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ് ഈ പ്രഭാതത്തില് പൊന്നപ്പച്ചന്റെ പാദപിടത്തിലേക്ക് താണിരുപ്പാൻ, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പ കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവർ എത്രയോ പേർ പുതിയ ദിവസത്തിന്റെ പ്രഭാതമില്ലാതെ മരണമനേകരെ മുറിച്ചു കളയുമ്പോൾ, രോഗം അനേകരെ താളടിയാക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലും ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചുകൊണ്ട് ഒരു പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നപ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് വാഴ്ത്തി സ്തുതിക്കും. അവിടുത്തെ കൃപ കൊണ്ട് അപ്പച്ചൻ നിറയ്ക്കണം, അവിടുത്തെ കരുണ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, അത്ഭുതത്താൽ നിറയ്ക്കണം. അല്പനിമിഷം തിരുവചനമായി നിൽക്കാൻ പോകുക. അപ്പച്ചന്റെ പാദപിടത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കട്ടെ. കടന്നു വരുവാനുള്ളവർ വരട്ടെ. കർത്താവ് എന്നായി പ്രാർത്ഥിക്കുന്നു. തിരുവചനം എല്ലാവരിലും എത്തിക്കുവാൻ ഞങ്ങളുടെ ശുശ്രൂഷയെ അപ്പച്ചൻ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. FB പേജ് അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് സഹായിക്കണം. കർത്താവിന്റെ കരുണയിൽ കൃപയിൽ വായിപ്പാൻ സഹായിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഒരല്പനിമിഷം ഞാൻ തിരുവചനമായി നിൽക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയരെ, യോർദാൻ സൗഖ്യത്തിന്റെ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം യോർദാൻ കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനങ്ങളോട് മുൻപിൽ ഒരു മാർഗതടസ്സമായി, ഒരു വെല്ലുവിളിയായി ഉയർന്ന നദിയാണ് യോർദാൻ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യോർദാന്റെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ അത് കർമ്മേൽ പർവ്വതമാണ്. പ്രിയരെ, യോർദാന്റെ പ്രത്യേകത വേനൽക്കാലത്ത് മഞ്ഞുരുകിയും വർഷകാലത്ത് മഴ പെയ്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് യോർദാന്റെ അവസ്ഥ എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ദൈവമക്കളെ, യോർദാന്റെ ചില പ്രത്യേകതകൾ അല്പനിമിഷങ്ങളിലൂടെ അത് നമുക്ക് ചിന്തിക്കുവാൻ നാം പോവുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. യോർദാൻ, അതായത് ഇസ്രായേൽ ജനം യോർദാൻ കടന്നു എന്നതാണ്.
ഇസ്രായേൽ യോർദാൻ കടന്ന്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. യോശുവ ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തി, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. സർവഭൂമിക്കും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ വെള്ളം 2ആയി പിരിഞ്ഞിട്ട ചിറ പോലെ നിൽക്കും. പ്രിയ ദൈവ പൈതലെ, കൊയ്ത്തുകാലത്ത് യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുവാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുന്നത് പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, പ്രിയരെ, ഹല്ലേലൂയ, മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം യെരിഹോവിന് നേരെ മറുകര കടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനം കനാനെ നോക്കി യാത്ര ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ ജനം കനാനെ നോക്കി യാത്ര ചെയ്തു. എന്നാൽ നാമോ സ്വർഗീയ കനാനായി യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 114-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. പ്രിയരെ, ഓരോരുത്തരും ഹല്ലേലൂയ അക്കരെ കടക്കുന്നത് വരെ ഒരു വ്യക്തിയെ ഹല്ലേലൂയ അവരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് പ്രിയരെ പുരോഹിതൻ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും ഒരു വ്യക്തിയെ കർത്താവിന്റെ അരികിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉറങ്ങിത്തീർക്കുവാനുള്ളതല്ല. ഭൗതിക ജോലികൾ തീർത്ത് ഒതുക്കി മാറ്റിയിരിക്കുവാനോ അല്ല മാറ്റി നിൽക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെയോ പ്രിയരെ, എപ്പോൾ നോക്കിയാലും പലരും തിരക്ക് തിരക്ക് തിരക്കെന്ന് പറയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം സഹോദരനെ, സഹോദരിയെ, അല്ലെങ്കിൽ യോർദാനിലെ വെള്ളത്തിലേക്ക് പുരോഹിതന്റെ ഉള്ളംകാൽ വെക്കുമ്പോൾ തന്നെ യോർദാൻ 2ആയി പിരിയുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇസ്രായേൽ ജനം ഹല്ലേലൂയ എല്ലാവരും അക്കരയ്ക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, പുരോഹിതന്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ജനങ്ങളെ അക്കരയ്ക്ക് കടത്തുക എന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഒരു വ്യക്തിയെ കർത്താവിങ്കിലേക്ക് ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തുക എന്നത്, ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എത്ര പേർക്ക് ഉത്തരവാദിത്വമുണ്ട്? ഹല്ലേലൂയ. നമുക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ പ്രിയ ദൈവ പൈതലെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ആ 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നു, എത്ര പ്രാവശ്യം സുവിശേഷം പറയുന്നു, എത്ര പേരോട് സുവിശേഷം പറയുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളും ഓരോ പുതിയ പ്രഭാതവും ഓരോ ദിനം നമുക്ക് ദൈവം തരുമ്പോൾ അത് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനല്ല കേട്ടോ, കർത്താവിനെ ആരാധിക്കുവാനാ, ദൈവത്തെ സ്തുതിക്കുവാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി പോരാടുവാൻ ഉള്ള സമർപ്പണമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോർദാൻ എന്ന് പറയുന്നത് തന്നെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുകയാണ്. യോർദാൻ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുന്നതാണ് പ്രിയരെ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും യോർദാനെ 2ആയി വിഭാഗിക്കുവാൻ കഴിഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം
യോർദാൻ കടന്നു. രണ്ടാമതായിട്ട് യോർദാന്റെ മറ്റൊരു വിലപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, പ്രിയ ദൈവ പൈതലേ, യോർദാൻ അതായത് സൗഖ്യത്തിന്റെ സ്ഥലമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോർദാൻ എന്ന് പറയുന്നത് സൗഖ്യത്തിന്റെ സ്ഥലമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? ഏലിസ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും കൃത്യച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്നു അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുകയാണ്. പ്രിയരെ, ദമ്മേശെക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? ഇവിടെ ഞാനത് മുഴുവൻ വായിക്കുവാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വിട്ട് പോരുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അരാം രാജാവിന്റെ സേനാനായകൻ നയമാൻ താൻ പരാക്രമശാലി, പക്ഷേ അവനക്കൊരു കുറവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കുഷ്ഠം ബാധിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അരാമ്യർ കവർച്ചപ്പടയായി വന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്നും ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ നയമാന്റെ ഭാര്യയ്ക്ക് ഇവൾ ശുശ്രൂഷ ചെയ്ത് പോരുകയാണ്. ഇവൾ പറഞ്ഞു, ഞങ്ങളുടെ ഇസ്രായേലിൽ യജമാനനെ നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങളുടെ ഈ രോഗം മാറും. അവിടെ ഒരു ദൈവദാസനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നയമാൻ അരാം രാജാവിന്റെ ലെറ്ററും ഒക്കെ വാങ്ങിയിട്ട് ഇസ്രായേൽ രാജാവിനെ പോയി കണ്ടു. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ രാജാവിന് ഈ സംഭവം ഒന്നും അറിയില്ല. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഞാൻ അവിടെയൊക്കെ ചുരുക്കി പറയുകയാണ്. ഈ ഇസ്രായേൽ രാജാവിന്റെ അരികിലേക്ക് ഈ വ്യക്തി ലെറ്ററുമായി കടന്നു ചെന്നപ്പോൾ ഇസ്രായേൽ രാജാവ് ഭയപ്പെട്ടു പോയി. അടാ, ഞാൻ എങ്ങനെയാ സൗഖ്യമാക്കുന്നത്? എന്റെ അടുത്തൊരു വലിയ വിഷയവുമായി വന്നു നിൽക്കുക. ഇപ്പൊ ഞാൻ എന്ത് മറുപടി പറയും? ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, വിവരമറിഞ്ഞ ദൈവപുരുഷനായ എലിശ ആളയച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ അരികിലേക്ക് അയക്കുക. ഹല്ലേലൂയ. എലിശ പറഞ്ഞു, എന്റെ അരികിലേക്ക് അയക്കുക. എലിശ ഇങ്ങനെ എന്താണ് പറഞ്ഞതറിയാമോ? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. പ്രൈസ് ദി ലോർഡ്. നയമാൻ പറഞ്ഞു, ദമ്മേശെക്കിലെ നദികളും അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? പിന്നെന്തിനാ എന്നെ ഈ യോർദാനിൽ പോയി മുങ്ങിക്കുളിക്കുവാനായിട്ട് പറയുന്നത്? അത് 7 പ്രാവശ്യം കുളിക്കാൻ പറയുന്നത്. അവൻ ക്രോധത്തോടെ, അവൻ കോപമുണ്ടായി. എന്നാൽ അവൻ അവിടെ എഴുന്നേറ്റു. പക്ഷേ അവന്റെ ദാസന്മാർ, അവന്റെ ഭൃത്യന്മാർ ചോദിച്ചു, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ താങ്കൾ അത് ചെയ്യുകയില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താ? ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കാനല്ലേ പറഞ്ഞത്? അത് ചെയ്തുകൂടെ എന്ന്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ ഹല്ലേലൂയ, അവന്റെ ശരീരം ബാലന്റെ ശരീരം പോലെ ആയി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, എലിശയോട് ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ മറ്റെങ്ങും ഒരു ദൈവവും ഇല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന നയമാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പാപമാകുന്ന കുഷ്ഠം ബാധിച്ചവൻ വിടുതൽ പ്രാപിക്കണമെങ്കിൽ യോർദാനിൽ തന്നെ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം. അപ്പോഴാ ഹല്ലേലൂയ അവന്റെ കുഷ്ഠം മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നയമാൻ സൗഖ്യമുണ്ടായ സ്ഥലം യോർദാൻ. ഹല്ലേലൂയ. ഇവിടെ ഈ പെൺകുട്ടി ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? പ്രിയ ദൈവമക്കളെ, അവളെ പിടിച്ചുകൊണ്ട് വന്ന ഇടത്തിലും അവൾ കർത്താവിനെ ഉയർത്തി കാണിക്കുക ചെയ്തത്. അവൾ സുവിശേഷം പറയുകയാ. ഇന്ന് 2 സഹോദരിമാർ തമ്മിൽ ചേരുമ്പോൾ ഹല്ലേലൂയ, ദൈവമക്കളെ, സുവിശേഷത്തെ കുറിച്ചാണോ പറയുന്നത്? ദൈവരാജ്യത്തെ കുറിച്ചാണോ? കർത്താവിന്റെ നീതിയെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അവിടെ ഇവിടെയുള്ള കുറ്റവും കുറവും വിളിച്ചു പറയുവാനായി സമയങ്ങളെ വേർതിരിക്കുന്നു. ചിലരോ എപ്പോഴും യാത്രയില്ല, അവർക്ക് യാത്ര മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വിനോദ യാത്രയ്ക്ക് വേണ്ടി സമയങ്ങൾ ഒരുക്കുന്നു.
ചിലരോ നല്ല ഫുഡിന് വേണ്ടി സമയങ്ങളെ കണ്ടെത്തുന്നു, നല്ല ആഹാരം. അതെങ്ങനെ ചെയ്യാൻ കഴിയും? യൂട്യൂബ് തേടിപ്പോയി എവിടെയെങ്കിലും എന്തെങ്കിലും കിടക്കും അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആഹാരം ഫുഡ് വെച്ച് തയ്യാർ ചെയ്യാൻ ഭക്ഷിക്കുക. ഇങ്ങനെ സമയങ്ങളെ വേർതിരിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. എത്ര പേരോട് നീ ജീവനുള്ള ദൈവത്തെ കുറിച്ച് പറയുന്നു? നിനക്ക് എത്ര പേരോട് സുവിശേഷം പറയുവാൻ കഴിയുന്നു? ഇവിടെ ഈ പെൺകുട്ടി, ഹല്ലേലൂയ, അവൾ ഇവിടെ വന്നു ജീവനുള്ള ദൈവത്തെ കുറിച്ചാണ് അവൾ പറഞ്ഞത്. ഹല്ലേലൂയ. നാം അനേകരെ കർത്താവിലേക്ക് എത്തിക്കുവാൻ ദൈവ പൈതലേ നമുക്കും ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട് എന്നത് നാം മറന്നു പോകരുത്. മൂന്നാമതായിട്ട് ഒറ്റ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ട് പൈനും കൂടെ, ചെറിയ 2 പൈനും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രിയ ദൈവമക്കളെ, യോർദാൻ ദൈവത്തിന്റെ ആലോചന നിവർത്തിച്ച സ്ഥലമാണ്. അതൊന്നും ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. യോർദാനിൽ ദൈവമക്കളെ കർത്താവായ യേശു ഹല്ലേലൂയ സ്നാനമേറ്റ് ദൈവത്തിന്റെ ആലോചന നിവർത്തിച്ച സ്ഥലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവൻ അവിടെ വെച്ച് കർത്താവ് സ്നാനപ്പെടുമ്പോൾ പിന്നിൽ ഒരു അശരീരി ശബ്ദമുണ്ടാകുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ദൈവമക്കളെ ഇറങ്ങി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് യോർദാൻ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലെ, ദൈവിക കൽപ്പനകൾ പൂർണ്ണമായും നിവർത്തിക്കുന്ന സ്ഥലമാണ്, നിവർത്തിക്കപ്പെടുന്ന സ്ഥലം. അല്ലെങ്കിൽ ദൈവിക ആലോചനകൾ നിവർത്തിച്ച സ്ഥലമാണ്. ഇന്ന് പലർക്കും കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ മടിയാണ്. പ്രൈസലോട് അലസരായി കാണപ്പെടുന്നു. ദൈവ പൈതലെ, കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ നമുക്ക് ആത്മീയമായി ഉയരുവാൻ കഴിയും. നമുക്ക് നന്മകൾ ഉണ്ടാകും, നമുക്ക് കൃപകൾ ഉണ്ടാകും, പുത്രന്റെ അഭിഷേകങ്ങൾ ഉണ്ടാകും, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയും. ആകയാൽ ദൈവ പൈതലെ, കർത്താവിന്റെ കൽപ്പനകൾ പൂർണ്ണമായും പാലിച്ചിരുന്ന സ്ഥലമാണ് യോർദാൻ എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്ത ഒറ്റ പോയിന്റ് കൂടി നമുക്ക് ചിന്തിക്കാൻ ദൈവമക്കളെ. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സ്ഥലമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ യോർദാൻ എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11 മുതലൊക്കെയുള്ള വാക്യങ്ങളെ നിങ്ങൾ സമയമുള്ളപ്പോൾ വായിച്ചു നോക്കുക. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സ്ഥലമാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഏലിയാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ദൈവമക്കളെ, മരിക്കുവാൻ ഒരിക്കൽ ചിന്തിച്ചതാ, മരിച്ചു പോയാൽ മതി എന്ന് ചിന്തിച്ച വ്യക്തിയാണ് ഈ ഏലിയാവ്. എന്നാൽ ഈ ഏലിയാവിനെ മരണം കൂടാതെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സ്ഥലം കൂടെയാണ്. എന്നാൽ അവർ ഏലിയാവും ഏലീശയുമായി ഈ ഗുരു ശിഷ്യ ബന്ധത്തിൽ അവർ 4 സ്ഥലങ്ങൾ അവർ യാത്ര ചെയ്ത് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഈ 4 സ്ഥലങ്ങൾ ഒക്കെ വർണ്ണിക്കുവാൻ നമുക്ക് ഒരുപാട് സമയം വേണം. എന്നാൽ അത് ഒന്ന് അല്പമായി ചിന്തിച്ചങ്ങനെ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ദൈവമക്കളെ, ഏലീശയും ഈ ഏലിയാവും പ്രയാണം ചെയ്ത 4 സ്ഥലങ്ങൾ. ഒന്നാമതായിട്ട് ഗിൽഗാലിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഇവിടെയാണ് ദൈവമക്കളെ രക്ഷിക്കപ്പെടേണ്ടതും വീണ്ടും ജനനം പ്രാപിക്കേണ്ടതും എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. യോശുവയുടെ പുസ്തകം നിങ്ങൾ സമയമുള്ളപ്പോൾ 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുക. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഗിൽഗാൽ എന്ന് പറയുന്നത് തന്നെ നിന്നയെ അകറ്റിയ സ്ഥലമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2-ാമതായിട്ട് ബേഥേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവിക സാന്നിധ്യം അനുഭവിക്കപ്പെടുന്ന ഉണ്ടായ സ്ഥലമാണ് ബേഥേൽ എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. യാക്കോബ് ദർശനം കണ്ട സ്ഥലമാണ്. ഒരു കോവേണിപ്പടി സ്വർഗത്തിലേക്ക് ഉയരമുള്ള, അല്ലെങ്കിൽ ഇറങ്ങുകയും ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു കോവേണിപ്പടി അത് കണ്ടാൻ ദർശിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ദർശനം കാണുന്ന ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണത്. ഹല്ലേലൂയ. യാക്കോബ് ഉറക്കത്തിൽ ഉണർന്നിട്ട് പറയുക, ഓ ദൈവം ഇവിടെയുണ്ട്, സത്യം ഞാനോ ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ബേഥേൽ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് എരിഹോവിലൂടെയാണ് കടന്നു പോകുന്നത്. എരിഹോവ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയരെ, എതിർപ്പിന്റെയും ഹല്ലേലൂയ വെല്ലുവിളികളുടെ പ്രതികൂലത്തിന്റെ
ഒരവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 10-30 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അർത്ഥപ്രാണനായ ഒരു മനുഷ്യനെ വിട്ടേച്ചു പോകുമ്പോൾ അവന്റെ അവസ്ഥകൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഞാനിപ്പോൾ അതൊന്നും ഞാൻ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോടായി ചോദിക്കട്ടെ ഒരു ചോദ്യം. സഹോദരനെ, കുഞ്ഞേ, ഹല്ലേലൂയ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ, എരിഹോവിന്റെ അവസ്ഥയിൽ എങ്കിൽ ബേഥേലിലേക്ക് നീ മടങ്ങി വാ. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഹല്ലേലൂയ എരിഹോവിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ എങ്കിൽ നിങ്ങൾ ബേഥേലിലേക്ക്, ദൈവ ഭവനത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. പലരും ഗിൽഗാലിൽ തന്നെ അങ്ങ് കഴിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാ. രക്ഷിക്കപ്പെട്ട നാളിലുണ്ടായിരുന്ന കൃപകളും വെച്ചുകൊണ്ട് ജീവിക്കുന്ന കുഞ്ഞേ, ഹല്ലേലൂയ, കർത്താവ് വരാറായി. യേശു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വേണം മുൻപോട്ട് കടന്നു പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിൽഗാലിന്റെ അവസ്ഥയൊക്കെ വിട്ടിട്ട്, എരിഹോവിന്റെ അവസ്ഥ വിട്ടിട്ട് ദൈവ ഭവനത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെട്ടത് എലിശ കണ്ടു. നമുക്കറിയാം ഹല്ലേലൂയ, എന്താ ചെയ്ത ഏലിയാവ്? തന്റെ മേലിരുന്ന പുതപ്പെടുത്ത് എലിശയുടെ മേലിട്ട് കൊടുത്തു. എലിശ നിലവിളിച്ചു, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് താൻ നിലവിളിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവമക്കളെ, എലിശ പുതപ്പെടുത്ത് യോർദാനിലേക്ക് ഓടി. ആമേൻ, ഹല്ലേലൂയ. അവിടെ ചെന്ന് താൻ വെള്ളത്തെ അടിച്ചു. വെള്ളം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ മനോഹരമേറിയ പ്രഭാതയാമത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത്, ഇസ്രായേൽ ജനം ഹല്ലേലൂയ അവരക്കര കടന്ന ആ യോർദാൻ നദി. ആമേൻ, ഹല്ലേലൂയ. യോർദാൻ സൗഖ്യത്തിന്റെ സ്ഥലമാണ്. യോർദാൻ ആലോചനകൾ, ദൈവിക ആലോചനകൾ നിവർത്തിക്കപ്പെട്ട സ്ഥലമാണ്. ഹല്ലേലൂയ. യോർദാൻ ഏലിയാവിനെ ഹല്ലേലൂയ ചുഴലിക്കാറ്റിൽ എടുത്തുകൊള്ളപ്പെട്ട സ്ഥലം കൂടെയാണ്. ദൈവ പൈതലേ, നമ്മെല്ലാവരും ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബേഥേലിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു. ദൈവമക്കളെ, കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ കേട്ടതായി ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവുമായി തീരട്ടെ. യോർദാന്റെ അവസ്ഥയിലൂടെ കർത്താവെ, ഓളങ്ങളും തിരമാലകളും പോലെ നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ യോർദാൻ കലങ്ങി മറിഞ്ഞു വരുന്ന അവസ്ഥയിലൂടെ കടന്നു വന്നാലും കർത്താവെ, ഹല്ലേലൂയ, ആലോചനകൾ നിവർത്തിച്ച യോർദാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സൗഖ്യത്തിന്റെ സ്ഥലമായ യോർദാനിലൂടെ കടന്നു പോകാൻ കർത്താവെ, അപ്പ ഇന്ന പ്രഭാതത്തിൽ സമർപ്പിക്കപ്പെടുന്ന ദൈവജനത്തോട് കർത്താവ് ഇടപെട്ടാട്ടെ. ആമേൻ. ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെട്ട സ്ഥലത്ത്, ആമേൻ, ഹല്ലേലൂയ, ഇത്രമാത്രം പ്രത്യേകതയുള്ള ആ യോർദാനെ കുറിച്ച് ഇന്ന പ്രഭാതത്തിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചല്ലോ. അപ്പ അനുഗ്രഹിച്ചാട്ടം മാനിച്ചാട്ടം ആരെങ്കിലും എരിഹോവിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവമേ, അവരെ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷ, തിരുവചന സന്ദേശം അവർക്കൊരു അനുഗ്രഹമായി നന്മയായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. അടിയനെ ബലപ്പെടുത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, കടന്നു വന്നവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. സകലരും കർത്താവ് അനുഗ്രഹിച്ചും മാനിക്കണം. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഒരു അനൗൺസ്മെന്റ് ഒന്നുമില്ല. ഞാനിങ്ങനെ വചന സന്ദേശവുമായി നിൽക്കുമെന്നൊന്നും ഇല്ല. എന്നാൽ കർത്താവിൽ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ ലോക മനുഷ്യരോട്, അതായത് എല്ലാ മനുഷ്യരോടും സുവിശേഷം അറിയിക്കുവാനായി ഇനി മുതൽ ഞാൻ സമയം നിങ്ങളെ വേർതിരിക്കുകയാണ്. ദൈവമക്കളെ, സമയത്തിലും അസമയത്തിലും ദൈവജനം ഒരുങ്ങി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രത്യേക ഇൻവിറ്റേഷൻ വന്നെങ്കിലേ നമ്മൾ വചനം കേൾക്കുവാൻ കടന്നു വരികയുള്ളൂ എന്നൊന്നുമില്ല. ഉറങ്ങിപ്പോകരുത് ദൈവമക്കളെ. ഉറങ്ങിപ്പോയാൽ പരാജയമാണ്. ആകയാൽ ഏത് നിമിഷവും ഒരുങ്ങി
ഒരുങ്ങിയിരിക്കണം. ദൈവമക്കൾ ഒരുങ്ങിയിരിക്കണം. ഞാൻ ഈ ഒരാഴ്ചയിൽ എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ പ്രഭാതത്തിൽ ഞാൻ തിരുവചനവുമായി കടന്നു വരും. നിങ്ങൾ എല്ലാവരും കടന്നു വരികയും മറ്റുള്ളവരോട് ഇത് അറിയിക്കുകയും വേണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള നല്ല അവസരമാണ്. പാഴാക്കി കളയരുത് എന്നും ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.